എല്ലാവർക്കും നമസ്കാരം. ഇത് ക്രിസ്തുമസ് നാളുകളാണല്ലോ. പലപ്പോഴും ആളുകൾ ക്രിസ്തുമസ് ആഘോഷിക്കുന്നത് കാണുമ്പോൾ എനിക്ക് മനസ്സിലാകാറുള്ള ഒരു കാര്യം, പലപ്പോഴും ദൈവവചനത്തിൽ പറഞ്ഞിട്ടുള്ള പ്രകാരം ദൈവം തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചതിൻ്റെ ഉദ്ദേശമോ അതിൻ്റെ ഗൗരവമോ ഒന്നും ഉൾക്കൊള്ളാതെയാണ് പലപ്പോഴും പലരും ക്രിസ്മസ് ആഘോഷിക്കുന്നതെന്ന്. കാരണം പലരും ക്രിസ്മസ് ആഘോഷിക്കുന്ന മദ്യപിച്ചും മറ്റ് ഭക്തിയില്ലാത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ക്രിസ്മസ് ആഘോഷിക്കുന്നതായിട്ട് പറയുന്നത് കേൾക്കാം. അത് ക്രിസ്മസിൻ്റെ സന്ദേശത്തിന് നേരെ വിപരീതമായിട്ടുള്ളതും അനുഗ്രഹത്തിന് പകരം ശാപം വരുത്തി വയ്ക്കുന്നതുമാണ്. തിരുവചനത്തിൽ പറയുന്നത് ദൈവം തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചത് അവൻ തൻ്റെ ജനത്തെ അവരെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ പാപങ്ങളിൽ നിന്നും അതിൻ്റെ ശക്തിയിൽ നിന്നും വിടിവിച്ച് നമുക്ക് ഒരു വിശുദ്ധ ജീവിതം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ദൈവത്തിൻ്റെ പുത്രൻ ഭൂമിയിലേക്ക് കടന്നു വന്നത്. അപ്പോൾ നാം മദ്യപിക്കുകയും മറ്റും ചെയ്തുകൊണ്ട് ക്രിസ്മസ് അല്ലെങ്കിൽ ദൈവപുത്രൻ്റെ പിറവി ആഘോഷിക്കുമ്പോൾ അത് നമുക്ക് അനുഗ്രഹത്തിന് പകരം ശാപത്തിന് കാരണമായി തീരുന്നു, ന്യായവിധിക്ക് കാരണമായി തീരുന്നു. തിരുവചനത്തിൽ പറയുന്നത് ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകിയാൽ അവർ വെളിച്ചത്തേക്കാൾ അധികമായി ഇരുളിനെ സ്നേഹിച്ചത് തന്നെയാണ്. കർത്താവായ യേശുക്രിസ്തു വെളിച്ചമാണ്. കർത്താവിനെ വിശ്വസിക്കുന്ന, കർത്താവിൻ്റെ ജീവിതത്തിൽ കർത്താവിൻ്റെ സമീപത്തേക്ക് കടന്നു വരുന്ന നമ്മുടെ ജീവിതവും വെളിച്ചമായി തീരണം, മറ്റുള്ളവർക്ക് വെളിച്ചമായി തീരണം. എന്നാൽ ക്രിസ്ത്യാനികളായിരിക്കുന്ന അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന നാം തന്നെ ഇങ്ങനെയുള്ള സന്ദേശങ്ങൾ ലോകത്തിന് നൽകുന്നത് ലോകത്തിനും നമുക്കും ദോഷത്തിന് കാരണമായി തീരും. അതുകൊണ്ട് ദൈവത്തിൻ്റെ പുത്രനെ നാം സമീപിക്കേണ്ടത് വിശ്വാസത്തോടും ദൈവത്തോടുള്ള നന്ദിയോടും ആദരവോടും കൂടി നാം ദൈവപുത്രൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരണം. അങ്ങനെ നാം കടന്നു വരുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ പുത്രനിലൂടെ ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന പാപക്ഷമ, നിത്യജീവൻ, പരിശുദ്ധാത്മ നിറവിലുള്ള ജീവിതം, ഇതെല്ലാം നമുക്ക് പ്രാപിക്കുവാൻ ഇടയായിത്തീരും. ഇപ്രകാരം ലോകത്തിനും നമുക്കും ഇങ്ങനെയുള്ള ആഘോഷങ്ങൾ അനുഗ്രഹമായി തീരും. ഈ വിധ ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ തക്കവണ്ണം, ക്രിസ്മസിൻ്റെ യഥാർത്ഥമായിട്ടുള്ള സന്ദേശം ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം, ദൈവത്തെ വാസ്തവമായിട്ട് അന്വേഷിക്കുവാൻ തക്കവണ്ണം, ദൈവപുത്രൻ എന്തുകൊണ്ടാണ് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് എന്ന് അന്വേഷിക്കുവാനുള്ള ഗൗരവപൂർണമായൊരു മനസ്സ് നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.